ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം മുന്തിരി വെച്ചിട്ടും ഒരെണ്ണം പാൽ വെച്ചിട്ടും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങും കൂടിയാണത്. ആദ്യം ചെയ്യേണ്ടത് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ട് കുതിർത്ത് വെക്കാനായിട്ട് ഇട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് മുന്തിരി നന്നായി കഴുകി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ വേവിക്കാതെ പച്ചയ്ക്ക് ജ്യൂസ് അടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് പാല് വെച്ചിട്ടുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 3 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഗ്ലാസ് പാലിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ 2 ഗ്ലാസ്സാണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഇത് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര ഇടണ്ടെങ്കിൽ വെറും മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ വെറും പഞ്ചസാര ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കറക്റ്റ് മധുരമായിട്ട് വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് മധുരം ഇട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് വെളിയിലിട്ടിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് സ്റ്റവിലോട്ട് വെക്കുന്നത്. നന്നായി കട്ടയെല്ലാം മാറ്റിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റവിൽ വെച്ചിട്ട് നമുക്കിതിനെ കുറുക്കിയെടുക്കാം. ഇനി സ്റ്റവിലോട്ട് വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കാം. പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെക്കും ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പാല് ചൂടായിട്ട് ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഇതിനെ മീഡിയം ഫ്ലെയിമിലോട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടോ ഇട്ട് കൊടുത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ കുറുകി വരുന്ന സമയത്ത് നമ്മൾ കൈ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ കട്ട പിടിക്കുക. അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ പാലൊന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് കസ്കസ് ഇട്ട് കൊടുക്കാം. ഒരു പകുതിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ അടുത്തയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒത്തിരി കണ്ടിട്ട് തിളപ്പിക്കാതെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിള വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ അത് ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ചൂടോടെ തന്നെ ഇത് കവർ ചെയ്തിട്ട് മാറ്റി വെക്കരുത്. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറിൽ മേലെ എന്തായാലും എടുക്കും ഇതൊന്ന് കട്ടായിട്ട് വരാൻ. കട്ടായതിൻ്റെ ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കട്ടാവണതിൻ്റെ മുന്നേ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റ് ആവാനായിട്ട് ഫ്രീസറിൽ കയറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡിയായി കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിപ്പോൾ കാലത്തൊക്കെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ കാലത്ത് ഇതെല്ലാം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് എപ്പോഴാണ് അടുത്തത് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും താഴത്തെ ലെയർ ഉറച്ചതിൻ്റെ ശേഷം അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി അടുത്ത ലെയർ ചെയ്തെടുക്കാം. അതിനായിട്ട് മുന്തിരി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇവിടെ മുന്തിരി ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന മുന്തിരിയുടെ കളറിനനുസരിച്ചിരിക്കും. ചിലത് നല്ല ഡാർക്ക് കളറായിരിക്കും, ചിലത് ലൈറ്റ് കളറൊക്കെ ആയിരിക്കും. 3 ഗ്ലാസ് മുന്തിരി ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന് വരിക. അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത പരുവത്തിന് വേണം അത് എടുക്കാനായിട്ട്. കട്ട ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ പുഡിങ് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റവിൽ വെക്കാനായിട്ട്. സ്റ്റവിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ചൂടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ വെളിയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ അതിന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
നന്നായിട്ട് കുറുകി വന്നിട്ട് ഇനി കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി കണ്ടിട്ടിട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒത്തിരി കട്ടിയായിട്ട് എടുക്കരുത്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിൻ്റെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതിനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ വെളിയിലാണെങ്കിലും വെച്ച് കഴിഞ്ഞാലും കട്ടായിട്ട് വരും, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഇനി ഇതിനെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചത്. ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടോ ഒന്ന് കട്ടായിട്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്നൊന്ന് കട്ടായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കരുത്, അതെല്ലാം ഉള്ളിൽ പോവും. ഒരു പകുതി സെറ്റായതിൻ്റെ ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ബദാമെല്ലാം വെച്ച് കൊടുത്തത്. ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുമായിരുന്നു. ബാക്കി വന്ന പുഡിങ്ങിനെയാണ് ഞാൻ അതേപോലെ 2 ഇതേപോലെ 2 ഇതിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും നട്ട്സ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതൊക്കെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റായിട്ട് നമ്മൾ വെളിയിൽ എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കണ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം ഉള്ളിലോട്ട് പോകും, നട്ട്സ് എല്ലാം. അപ്പോൾ നിങ്ങൾ മസ്റ്റ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഗ്രേപ്സ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അതേപോലെ മുന്തിരി ജ്യൂസ് അടിച്ചെടുക്കണം. അതേപോലെ മുന്തിരി വാങ്ങിക്കുമ്പോൾ നല്ല കളറുള്ള മുന്തിരി തന്നെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ് പുഡിങ്ങൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ്. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണത്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.